സിപിഐയുടെ ചൂരൽമല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മളെ സ്കൂൾ വെള്ളാർമല സ്കൂളിലെ ഫുൾ A+ നേടിയ കുട്ടികൾക്കും അതുപോലെ 8 A+ നേടിയ കുട്ടികൾക്കും 9 A+ നേടിയ കുട്ടികൾക്കും ഒരു അഭിനന്ദനം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മൊമെന്റ് കൊടുക്കുന്നുണ്ട് അവർക്ക്. നമുക്ക് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതുപോലെ ചെയ്തിരുന്നു. വളരെയധികം നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. നമ്മളെ പ്രദേശത്ത് നമ്മളെ കുട്ടികളെ നമ്മളെ സ്കൂളിൽ നിന്നും 100% വിജയം എനിക്കും എൻ്റെ കുടുംബത്തിനുമായിട്ടും പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്. കാരണം എനിക്കറിയാം, എൻ്റെ കുട്ടികളും ഈ സ്കൂളിൽ പഠിച്ചവരാണ്. കുട്ടികൾക്ക് അറിയാമെന്നറിയില്ല, 2 കുട്ടികളെ ഇരട്ട കുട്ടികളാണ്. ഇതാ പറക്കാൻ ഇതാ അവസരം. അവരും ഇതുപോലെ സ്കൂളിൽ നിന്ന് പഠിച്ചു. ഇപ്പം അവർ മേപ്പടി ഹൈസ്കൂളിൽ +1 ചേർന്നു, +2 ചേർന്നു, +2 അവർ പാസ്സായിട്ടുണ്ട്. ഇനി അവിടെ അങ്ങോട്ടുള്ളതൊക്കെ ഓരോ ഇത് നോക്കുന്നുണ്ട്. നോക്കാം, നമുക്ക് ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവർക്കും വേണ്ടിയിട്ട് അതുപോലെ നിങ്ങളെല്ലാവരും അവർക്കുമുള്ള പഠനത്തിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളെ പഠനത്തിനും വേണ്ടി നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. ഇനി അർപ്പിച്ച കത്തിയുടെ സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഇതിൽ പങ്കെടുത്തുള്ള ചൂരൽമല ലോക്കൽ സിപിഐയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രശാന്തൻ അവർക്ക് ഇതിൽ അതുപോലെ തന്നെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. അതുപോലെ അവരുടെ രക്ഷിതാക്കൾക്കും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രത്യേകിച്ച് നമ്മളെ പ്രായം ചെന്ന ഒരാളെന്ന് പറഞ്ഞാൽ നമ്മളെ വേലപ്പാട്ടിന് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മളെ പാർട്ടിയുടെ അംഗങ്ങൾക്കും ഇതുപോലെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിന്റെ അധ്യക്ഷനായി തമ്പിയണ്ണനെ ക്ഷണിച്ചോളൂ. പ്രിയമുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, സഖാക്കളെ, നമുക്കറിയാം നമ്മുടെ വെള്ളാർമല സ്കൂളിനെ സംബന്ധിച്ച് വളരെ പരിമിതികൾ നിന്നുകൊണ്ടാണ് ഈ പ്രദേശം എന്ന് പറയാൻ തോട്ടം മേഖലയാണ്. തോട്ടം മേഖലയിലെ പരിമിതികൾ നമുക്കറിയാമല്ലോ. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഇത്ര ഉയർന്ന ഒരു വിജയം 100% വിജയം നമുക്ക് ഈ ഹൈസ്കൂളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ SSLCക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വർഷങ്ങളായി നേടിയിരിക്കുന്നുണ്ട്. അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ്. അതുപോലെ ഇതിലിപ്പോൾ നമുക്ക് 100% വിജയത്തോടൊപ്പം തന്നെ 100% 4 പേര് ഫുൾ A+ വാങ്ങിയിട്ടാണ് വിജയിച്ചിട്ടുള്ളത്. അതുപോലെ 9, 8, 7 ക്രമത്തിൽ വാങ്ങിയ 8 പേരെയാണ് നമ്മളിവിടെ CPI ലോക്കൽ കമ്മിറ്റി ചൂരൽമലയുടെ ആഭിമുഖ്യത്തിൽ അവരെ ആദരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രസ്ഥാനം വിദ്യാഭ്യാസപരമായിട്ട് മുന്നിൽ നിൽക്കുന്നവരെ സ്വാഗതം ചെയ്യുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ കാര്യങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോ ഇതിന് സജ്ജമാക്കിയിട്ടുള്ള ഈ വിജയം കരസ്ഥമാക്കാൻ സജ്ജമാക്കിയ മാതാപിതാക്കളെയാണ് ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നത്. കാരണം അവർക്ക് ഈ ഒരു വിജയം നേടാൻ അവരുടെ ശരിക്കുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ വിജയം അവർക്ക് കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കുട്ടികൾ അവരുടെ കൃത്യം ഭംഗിയായി നിർവഹിച്ചുകൊണ്ടാണ് അവർക്ക് ഈ വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അവരെ ആർദ്രവുമായിട്ട് ഈ CPI ചൂരൽമല ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദിക്കുക. അവരെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, സമൂഹത്തിൽ നമ്മൾ ജയിച്ച് ഉയർന്ന മാർക്കുകൾ വാങ്ങുന്നത് മാത്രം നമ്മൾ ഇരുന്നുണ്ട്. സമൂഹത്തിൽ ഏറ്റവും മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാനും അവരുടെ ഭാവി ജീവിതം ഈ നാടിനും ഈ നാട്ടുകാർക്കും ഏറ്റവും ഗുണപരമായ രീതിയിൽ അല്ലെങ്കിൽ അഭിമാനിക്കത്തക്ക രീതിയിൽ അവർ ഭാവി ജീവിതം ഉണ്ടാകാനും കൂടി അവർക്ക് പരിശ്രമം ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ വന്ന നാടുകൾ, നമ്മൾ വന്ന വഴികൾ മറക്കാതെ എത്ര ഉയരത്തിലെത്തിയാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മറന്നും നമ്മുടെ നാടിനെ മറക്കാതെ അവരുടെ ജീവിതം കൊണ്ടുപോകണം. അതിനുള്ള ഒരു പ്രോത്സാഹനം എന്ന എളിയമായ രീതിയിൽ ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഈ പരിമിതിയിൽ നിന്നാണ് നമുക്ക് വലിയൊരു ഗ്രാൻഡായി ചെയ്യണം പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടെ ലോക്കൽ സെക്രട്ടറി പ്രത്യേകമായി താല്പര്യം ഒടുക്കുകയും
ഉടൻ തന്നെ നമുക്കത് വേണ്ടത് ചെയ്യാൻ നീട്ടി പോകണ്ട എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഇന്ന് തന്നെ പോയി അത് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവരികയും ഇങ്ങനൊരു സാഹചര്യം ഒരുക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എല്ലാ മക്കളെയും മാതാപിതാക്കളെയും അഭിനന്ദിച്ചുകൊണ്ട് അടുത്ത ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി CPI ലോക്കൽ സെക്രട്ടറി സഖാവ് പ്രശാന്തൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും വിളിച്ച് എല്ലാവരും ഇവിടെ എത്തിയതിന് വളരെയധികം സന്തോഷം അറിയിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഒരു 99 അല്ലെങ്കിൽ 95% തോട്ട മേഖലയിൽ ജീവിക്കുന്ന ആളുകളാണ്. തോട്ടം തൊഴിലാളികളുടെ മക്കളാണ് ഏറ്റവും മഹാഭൂരിപക്ഷം ഈ സ്കൂളിനകത്ത് പഠിക്കുന്നത്. അവരുടെ മക്കൾ അവരെ ആ ശമ്പളത്തിൽ നിന്നും ആ ബഡ്ജറ്റ് തയ്യാറാക്കിക്കൊണ്ട് ഇന്ന് എല്ലാവരും മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഓരോ രക്ഷിതാവിൻ്റെയും കടമ. അത് വളരെ കൃത്യമായി നമ്മളെ മക്കൾ നിർവഹിച്ചു എന്നാണ് നമുക്ക് ഈ SLC പരീക്ഷ വിജയം വന്നപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. വളരെയധികം നമ്മളെ നാടിനെ അഭിമാനിക്കുന്ന തത്വത്തിൽ വളരെയധികം, അതുപോലെ തന്നെ നമ്മളെ സാറുമാരാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇപ്പം നമ്മളെ പഴയ പോലെ ഒന്നല്ല, അവർ ശമ്പളം വാങ്ങി പോകുന്നത് മാത്രമല്ല, അവരും വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും അതുപോലെ തന്നെ രക്ഷിതാക്കളും കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് നമുക്ക് റിസൾട്ട് വന്ന് എത്തിയപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. തീർച്ചയായും ഈ റിസൾട്ട് വന്ന ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും പഠനത്തിന് വിവിധ കോഴ്സുകളായിരിക്കും എല്ലാവരും എടുക്കുക. ആ കോഴ്സ് ഇനിയും നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കുട്ടികളെയും പഠിപ്പിക്കുന്നത്. ഓരോ രക്ഷിതാവിൻ്റെയും വളരെയധികം കഷ്ടപ്പാടാണ്. അത് വളരെയധികം അതേപോലെ തന്നെ കുട്ടികൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾ നിർവഹിക്കണം. ഓരോരുത്തരും രക്ഷിതാക്കളും മക്കൾ എവിടെയെങ്കിലും എത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് പോകുന്നത്. തീർച്ചയായും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ഏത് കോഴ്സാണെങ്കിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഇവിടെ എത്തിയിട്ടുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികൾക്കും ഈ സന്ദർഭത്തിൽ വേറൊന്നും പറയാനില്ല. CPI ചൂരമല ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഷാഹിന പുഷ്പൻ പുഷ്പേട്ടൻ സുരേട്ടൻ അവിടെ ഗോകുൽ കൃഷ്ണ സുധേട്ടൻ നയന പ്രശ്നവ് സന്തോഷമായോ? ഹാപ്പിയായോ? ഹാപ്പിയായോ? മോൾക്കോ? നിങ്ങൾക്ക് മക്കൾ നിങ്ങൾ കിട്ടിയ കൊണ്ട് എന്താ അഭിപ്രായങ്ങൾ പറയാനല്ലേ? നല്ല അഭിപ്രായം. എന്തായാലും മക്കൾ പഠിച്ച് ഇത്രയും വിജയം നേടിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഈ മൊമെന്റ് കൊടുത്തവർക്കും സന്തോഷം.
മോന് എന്തെങ്കിലും പറയണ്ടോ? എന്തെങ്കിലും പാട്ട് എന്തെങ്കിലും പാടാൻ പറ്റുമോ? അല്ലേ നിങ്ങൾക്കോ? ചേച്ചിനോ? A+ നേടിയെന്ന് എന്താ അഭിപ്രായങ്ങൾ? സന്തോഷം. നല്ല പഠിച്ചിട്ട് മുന്നോട്ട് വരണം കേട്ടോ. ഓക്കെ, കുറച്ച് ശബ്ദത്തിൽ സംസാരിക്കണം കേട്ടോ എപ്പോഴും. മോളോ? സന്തോഷം. സൂപ്പർ. നിങ്ങൾക്കോ? സന്തോഷം. ശബ്ദം വരുന്നേ. തങ്കണ്ണൻ, അതുപോലെ ലോക്കൽ സെക്രട്ടറി പ്രശാന്തന്, അതുപോലെ തന്നെ ഈ വേദിക്ക് സ്വാഗതം ആശംസിച്ച ഭൂമനി അസീസൻ, അതുപോലെ ഞങ്ങളെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ സഹാക്കൾ, അതിലുപരിയൊക്കെ ആയി നമ്മളെ മക്കൾ നമ്മളെ നാടിന് തന്നെ ഒരു ഐശ്വര്യം നേർന്നൊരു വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ള മക്കൾ, അതുപോലെ രക്ഷിതാക്കൾ. ഈ ഒരു മൊമെൻ്റ് ഞങ്ങൾ വലിയൊരു മൊമെൻ്റാക്കി ടൗണിൽ തരാനുള്ള തീരുമാനം ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ബഹുമാനി ഞങ്ങൾ പാർട്ടി സെക്രട്ടറി പ്ലഗവ മൂർത്തിയണ്ണൻ ഇവിടെ എല്ലാം മുമ്പ് തിരുവനന്തപുരത്താണ്. അപ്പോൾ അതുകൊണ്ട് മൂപ്പർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ചെല്ലണനെ എന്നൊക്കെ ഇവർക്കും അറിയായിരിക്കും. മണ്ഡല സെക്രട്ടറി അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ല. മൂപ്പർക്ക് മേപ്പാടി ഒരു മരണം ഉണ്ടായിട്ട് മൂപ്പർ അവിടെ ഉള്ളത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മാത്രം തീരുമാനിച്ചു. ഏതായാലും ഞങ്ങൾ ഡേറ്റ് ഞങ്ങൾ കണ്ട് ക്ഷണിച്ചതാണ് ഈ ആളിൽ വെച്ച് നടത്താമെന്നാണ് തീരുമാനിച്ചത്. ആ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ആത്താക്കിയ ഒരു പരിപാടിയൊക്കെ. ഇത് ഇന്ന് നിങ്ങൾക്ക് ഞങ്ങളാണെങ്കിൽ ഇനി നാളെ മുതൽ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നുള്ള സംശയമില്ല. നമ്മുടെ നാടിന് ഒരു സമയത്ത് നമ്മളൊക്കെ പഠിച്ച സ്കൂളാണ് ഇവിടെ. അന്നൊന്നും അങ്ങനത്തെ ഒരു വേദിയോ സംവിധാനങ്ങളോ ഉണ്ടായിട്ടില്ല. അന്നൊക്കെ ഉദാഹരണത്തിന് പോകാം, ഇയാളുള്ള മാഷൊക്കെ മരണപ്പെട്ടു പോയി. ആ സമയത്തൊക്കെ നമ്മളൊക്കെ പഠിച്ച സമയം അന്നൊക്കെ ഏതാണ്ട് വട്ടപൂജ്യം ഉള്ളൊരു സാഹചര്യമായിരുന്നു. 2-3 പിള്ളേർ മാത്രം വിജയിച്ച് വരുന്നൊരു മേഖലയായിരുന്നു, പ്രത്യേകിച്ച് നമ്മളെ ഈ സെല്ലറൊക്കെ എസ്റ്റേറ്റിൽ. അത് കാലങ്ങളോളായി നല്ല നല്ല അധ്യാപകർ, കഴിവുള്ള അധ്യാപകർ, ചെറുപ്പക്കാർ വന്നു. അവർ നമ്മളെ തൊഴിലാളികൾ എന്താണെന്ന് പഠിച്ചു. നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും അങ്ങേയറ്റം അറിയാൻ അവർ ശ്രമിച്ചു. അവർ വർഷങ്ങളോളം ട്രാൻസ്ഫർ പോലും കിട്ടിയിട്ട് പോകാതെ നമുക്കും നമ്മുടെ നാടിനു വേണ്ടി ബഹുമാനി നമ്മളെ ഉണ്ണിസാറെ പോലത്തെ ആളുകൾ ഇവിടെ നിന്ന് നാടിന് ഒരു നന്മ, അല്ലെങ്കിൽ നമ്മൾ ഇതിലിപ്പോൾ ഞാൻ കണ്ടിടത്തോളം ഇതിൽ പാവപ്പെട്ട തോട്ടം തൊഴിലാളികളാം വലിയ സാധാരണക്കാരുമാണ് ഈ മക്കളെ രക്ഷിതാക്കൾ. അപ്പോൾ അവരെ പഠിപ്പിച്ച് ഉന്നത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അധ്യാപകർ കഷ്ടപ്പെട്ടത്. എന്തായാലും നമ്മുടെ നാടിന് നല്ലൊരു അഭിമാനിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന മക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി പോകുന്ന നിങ്ങൾ അഡ്മിഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. ഏത് സ്കൂളിൽ പോയാലും വെള്ളാർമല സ്കൂളിൽ നിന്ന് പോയ പിള്ളേർ +2 ഏത് പ്രദേശത്ത് കിട്ടിയാലും, മേപ്പാടിയോ അല്ലെങ്കിൽ മീനങ്ങാടിയോ കൽപ്പറ്റ എവിടെ കിട്ടിയാലും നന്നായി പഠിക്കുക. രക്ഷിതാക്കൾക്ക് നല്ലൊരു സന്തോഷത്തിനുള്ളൊരു വക നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി യോഗം അവസാനിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു.